പേര് പറഞ്ഞാലും വേണ്ടില്ല, എൻ്റെ അവസ്ഥ ഇനി ആർക്കും വരരുത് എന്ന് ഞങ്ങളോട് തുറന്നു പറഞ്ഞ ചെറുപ്പക്കാരന്റെ അനുഭവ കഥയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. രക്ഷപ്പെടാൻ തീവ്ര ശ്രമം നടത്തുന്ന ഒരു ചെറുപ്പക്കാരൻ. കേരളത്തിൽ ലഹരി ഉപയോഗം കുറവെന്ന് പറയുന്നവരോട് അയാൾ പറയുകയാണ്, ഗ്രാമാന്തരങ്ങളിൽ അത്ര തന്നെ സുലഭമായി ലഭിക്കുന്നു ലഹരിയെന്ന്. എങ്ങനെയാണിത് തുടങ്ങുന്നത്? എവിടെ മുതലാണ് ജീവിതം അങ്ങനെ വരുന്നത്? വീടിന്റെ തൊട്ടപ്പുറത്തുള്ള കുറച്ച് ചാടമ്പരും കാര്യങ്ങളൊക്കെ ഈ കഞ്ചാവ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മള് ആദ്യം ആ ടൈമിലൊക്കെ സീട്ട് വിളിച്ചിരുന്നു. പിന്നെ അവര് 2 പഫ് തന്നു, ഇടയ്ക്കിടയ്ക്ക് രണ്ട് പഫ് തരും. പിന്നെ ഇടയ്ക്ക് ഫുള്ളായിട്ട് നമുക്കൊരു OCBയിൽ റോൾ ചെയ്ത് തരും. പിന്നെ നമുക്ക് തന്ന് നമ്മളതിന് എഡിറ്റ് ആയതിനു ശേഷം നമ്മൾ അവരുടെ അടുത്തേക്ക് ചോദിച്ച് ചെല്ലേണ്ട ഗതികേടായി. അപ്പോൾ അവർ ഇങ്ങനെ ഒരുപാട് എത്ര രൂപ വേണം എന്ന് പറയുമ്പോൾ ആ സമയത്ത് പിന്നെ ഈ വർക്കും കാര്യങ്ങളും നമുക്കില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉമ്മ അറിയാണ്ട് വീട്ടിൽ നിന്ന് ക്യാഷ് എടുക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോ പാക്കറ്റ് മേടിച്ച് വയ്ക്കും. അങ്ങനെ കുറേ കാലം ഈ 2020 വരെ ഏകദേശം നമ്മൾ കഞ്ചാവ് പിള്ളേരൊക്കെ ആയിട്ട് കുറേ നല്ല രീതിയിൽ കഞ്ചാവ് നമ്മൾ വലിച്ചു പോയിട്ടുള്ള. പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ചില സമയത്ത് പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ വീട്ടിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് ഇങ്ങനെ നുണ പറഞ്ഞാൽ നമ്മൾ കാശ് പിടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈം ചെയ്യും. അങ്ങനെ തൃശ്ശൂർ സിറ്റിയിൽ റൗണ്ടിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു 2-3 പേരെ അടിച്ചിട്ട് അവരിൽ നിന്ന് പൈസ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈസ്റ്റ് സ്റ്റേഷനിൽ കേസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ ജയിലിൽ പോയപ്പോൾ പിന്നെ അവിടുത്തെ കൂട്ടുകെട്ടായി. ഈ സിന്തറ്റിക് ലഹരിയിലേക്ക് എപ്പോഴാണ് മാറുന്നത്? സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എല്ലാം തുളച്ചിട്ടുള്ള സിന്തറ്റിക്കാണ്. ആദ്യം അടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടാത്തൊരു തരം എനർജിക് എന്നൊക്കെ ആയിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് എൻ്റെ എന്താ പറയുക ശരിക്കുള്ള ലൈഫ് പോയി, എൻ്റെ ഫാമിലി പോയി, എനിക്ക് എൻ്റെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അത് പോയി, നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അത് പോയി. നമ്മളിത് അടിക്കുമ്പോൾ കിട്ടുന്ന എനർജി അല്ല, ഇത് അടിക്കാണ്ട് വരുന്ന അതിൻ്റെ ആഫ്റ്റർ ഉണ്ട്. അതായത് ഇത് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ആഫ്റ്റർ ഉണ്ട്. ആഫ്റ്റർ നമുക്ക് പല ചിന്തകളും പല കാര്യങ്ങളും നമുക്ക് തോന്നാം. അതായത് ഇപ്പോൾ ഇത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്തല്ല, അത് പിറ്റേ ദിവസം അതേ സമയത്ത് നമുക്ക് അതായിരിക്കില്ല തോന്നാം. നമുക്ക് വേറെ കുറേ ചുറ്റും സംശയങ്ങളാണ്. അതായത് നമുക്കൊരാളെയും വിശ്വാസമില്ലാത്ത രീതിയിലാണ് നമ്മൾ നിൽക്കുക. സ്വന്തം അമ്മേനെ വരെ നമുക്ക് വിശ്വാസം ഉണ്ടാവില്ല, സ്വന്തം പെങ്ങളെ വിശ്വാസം ഉണ്ടാവില്ല, ഫ്രണ്ട്സിനെ വിശ്വാസം ഉണ്ടാവില്ല. എല്ലാവരും നമ്മൾ ചതിക്കുകയാണോ, നമ്മളെ കൊല്ലാൻ വേണ്ടി വരാണോ, പല തോന്നലാണ്, പല വിഷ്വലാണ് നമുക്ക് വരാം. എല്ലാം ലഹരികളാണ് ഇവിടെ സുലഭമായി ഇപ്പം കിട്ടുന്നത്. ഇവിടെ കിട്ടാത്ത ഒരു ലഹരിയില്ലേ, കൊക്കയും വരെ ഇവിടെ ലൈവില് ഇപ്പോൾ അവൈലബിളാണ്. കൊക്കയും വരെ തൃശ്ശൂർ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. എവിടെയും ഞാൻ വെച്ച് നോക്കുമ്പോൾ തൃശ്ശൂർ സിറ്റി എന്നല്ല, നമ്മളെ ഓരോ ഉൾഗ്രാമങ്ങളിൽ വരെ ഓരോ പിള്ളേര്, അതായത് ഇപ്പോഴത്തെ ജനറേഷൻസിന് ഈ 10ാം ക്ലാസ്സിലും +1ലും പഠിക്കുന്ന പിള്ളേരാണ് മെയിനായിട്ട് സെയിൽ ചെയ്യാറ്. ഉപയോഗിക്കുന്ന ആളുകളെ നമുക്ക് അതാണ് അറിയേണ്ടത്. ഒരു വീട്ടിലുള്ള രക്ഷിതാക്കൾ അവരെങ്ങനെ തിരിച്ചറിയണം, അവരെന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ ഒരു നോട്ട്, ഇങ്ങനെ നല്ല രീതിയിലുള്ള നോട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇവിടെ നടക്കിലൊരു മടങ്ങി വീണ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് ഇങ്ങനെ കണ്ട ഇതേപോലെ നിൽക്കുന്ന ഒരു നോട്ട് എങ്ങനെയും വീട്ടിൽ കിട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഈ ലൈനിൽ നടുമടങ്ങിയിട്ട് നോട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ചുളുങ്ങിയിട്ടുള്ളതല്ല, അത് വേറൊരു രീതിയിൽ യൂസ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ആവശ്യമില്ലാത്ത ഡെബിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യാത്ത, നമുക്ക് ആവശ്യമില്ലാത്ത ATM കാർഡ്സ്, ഡെബിറ്റ് കാർഡൊക്കെ ഒരു ഓവറായിട്ട് ഇപ്പോൾ നമ്മുടെ മക്കളുടെ റൂമിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ നടുമടങ്ങിയ നോട്ടുകളൊക്കെ എവിടെയും ആവശ്യമില്ലാത്ത കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലിപ്പ് ലോക്ക്, നമ്മുടെ ഈ ഒരു ചെറിയൊരു പാക്ക് ഉണ്ടാവുമല്ലോ ഫ്ലിപ്പ് ലോക്ക് കവർ, അതൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അവരെന്തായാലും ലഹരിക്ക് അടിമപ്പെട്ടുള്ള പിള്ളേർ തന്നെയാണ്. പിന്നെ ഞാൻ ബാംഗ്ലൂർ കുറച്ച് കാലം ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ചേട്ടനറിയാം, എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കണക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ആകെ ഒരു 6 മാസം നിന്നത്തോളം ഞാൻ ആകെ കയ്യിൽ നിന്ന് പോയി, എൻ്റെ ശരീരം പോയി. എൻ്റെ പല്ലൊക്കെ ഫ്രണ്ട് ഭാഗത്തുണ്ട്, എനിക്ക് പല്ലൊക്കെ ഫ്രണ്ടിൽ നയിച്ചിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പല്ല് പൊടിയും. പിന്നെ അവർക്ക് എല്ലിന് ബലം ഉണ്ടാവില്ല. അതായത് നമ്മളൊരു ഇടിക്കുമ്പോൾ ആദ്യം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും, നമ്മുടെ എല്ലിന് ഉറപ്പില്ല എന്നുള്ളത്. പിന്നെ നല്ല രീതിയിൽ നമ്മൾ പല്ല് പൊട്ടി പോകും. ഓരോ ഭാഗത്തുനിന്നായിട്ട് നമ്മൾ പല്ല് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. എമ്മിൻ്റെ പവറാണത്. എനിക്ക് പറ്റിയ പോലെ വേറെ ആർക്കും പറ്റരുതെന്നുള്ള നല്ല ആഗ്രഹം എനിക്കുണ്ട്. കാരണം സിന്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും ഇത് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വിളിച്ചാടാ ഞാൻ ഭയങ്കര ഓണാണ്, നമ്മൾ ഫുൾ പവറേഷനാണ്, നല്ല പവറിലാണ് നിൽക്കുന്നത്. പവർ എന്നാണ് ഇതിൻ്റെ ലൈനിൽ പറയുക. ഞങ്ങൾ നല്ല പവറിലാണ് നിൽക്കണം എന്നൊക്കെ പറയും. പക്ഷേ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുള്ള ഇത് അടിച്ചടിച്ച് അതിൻ്റെ ദോഷം ഇവർ മനസ്സിലാക്കണില്ല. അത് എത്രത്തോളം നമ്മുടെ ശരീരം നശിപ്പിക്കും, നമ്മുടെ ബന്ധങ്ങളെ നശിപ്പിക്കുന്നത്. മെയിനായിട്ട് നശിപ്പിക്കുന്നത് ബന്ധങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പോണത് ശരീരമാണ്.
ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടാവും. ഞാൻ നിൽക്കുന്ന സെക്കൻഡ് സ്റ്റേജിലാണ്. നമ്മൾ എനിക്ക് നിർത്തണമെന്നുണ്ട്, പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അടിക്കണമെന്നുണ്ട്. ആ രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ഉറച്ച തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. വളരെ ഞെട്ടലോടെ മാത്രമേ നമുക്ക് ഈ വാക്കുകൾ കേൾക്കാൻ കഴിയൂ. ആദ്യം ബന്ധങ്ങൾ, പിന്നെ ശരീരം, രണ്ടും നഷ്ടപ്പെടാം. ഏതാനും സെക്കൻഡുകൾ, ഏതാനും മിനിറ്റുകൾ നമുക്കൊരു അസാധാരണ ശക്തി ഉണ്ടെന്നൊരു തോന്നൽ വരും. പക്ഷേ അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കാർന്നു നിന്നും. കൺമുമ്പിൽ നിൽക്കുന്ന അമ്മയോ പെങ്ങളോ ആണെങ്കിൽ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ചെയ്യുന്ന കുറ്റകൃത്യങ്ങളുടെ അളവ് മനസ്സിലാവില്ല. അതാണ് ഒരു മനുഷ്യനെ ലഹരി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യം.